നാദബ്രഹ്മ കലാക്ഷേത്രം വാർഷികവും നവരാത്രി സംഗീതോത്സവവും സിനിമാ താരം മഹേഷ് ഉദ്ഘാടനം ചെയ്തു. ചെറുപുഴ JMUP സ്കൂളിൽ നടന്ന പരിപാടിയിൽ സമൂഹത്തിലെ വിവിധ തുറകളിലുള്ള മുഖവ്യക്തിത്വങ്ങളെയാണ് ആദരിച്ചത്. രാവിലെ പ്രശസ്ത സിനിമാ താരം മഹേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M. ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കലാക്ഷേത്രം സെക്രട്ടറി KK മധുകുമാർ സ്വാഗതം പറഞ്ഞു. യവനിക ഗോപാലകൃഷ്ണൻ മുഖ്യാതിഥിയായി. 2025 നാദബ്രഹ്മ പുരസ്കാരം ചലച്ചിത്ര പിന്നണി ഗായിക ലതികയ്ക്കും ആദരണീയ പ്രതിഭ നാദബ്രഹ്മ പുരസ്കാരം കോട്ടയം രാജ്കുമാറിനും സമ്മാനിച്ചു. നാദബ്രഹ്മ കലാക്ഷേത്രത്തിന്റെ 30 വാർഷിക പരിപാടികളിലും പങ്കെടുത്ത V. കൃഷ്ണൻ മാസ്റ്ററെ ചടങ്ങിൽ ആദരിച്ചു. നാദബ്രഹ്മ കലാക്ഷേത്രം പ്രസിഡന്റ് യവനിക ഗോപാലകൃഷ്ണൻ, സെക്രട്ടറി KK മധുകുമാർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പ്രാപ്പോയിൽ നാരായണൻ മാസ്റ്റർ, നാദബ്രഹ്മ കലാക്ഷേത്രം രക്ഷാധികാരി TP ചന്ദ്രൻ, ലയൺസ് ക്ലബ് സോൺ പ്രസിഡന്റ് മഞ്ജു മധു, KV കരുണാകരൻ, അജിത് കുമാർ, പ്രിൻസ് പുന്നൂസ്, മനീഷ രതീഷ്, P. ഹരിദാസ്, PA ജോർജ് കുട്ടി, CD വിശ്വനാഥൻ, PM മുത്ത് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥി സംഗമം, സംഗീതാർച്ചന, കുട്ടികളുടെ അരങ്ങേറ്റം എന്നിവയും വൈകിട്ട് നൃത്താഞ്ജലി, ഗാനമേള എന്നിവയും നടക്കും. ഇപ്പോഴും എനിക്ക് പൂർണ്ണ വിശ്വാസമില്ല. 4 പതിറ്റാണ്ടിന് മേളിലായി ഞാൻ സിനിമാ രംഗത്തേക്ക് ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കടന്നു വന്നു. ഒരാൾ വരാത്തതുകൊണ്ട് പകരം അഭിനയിച്ചുകൊണ്ട് നടന രംഗത്തേക്ക് കടന്നു വരികയും ആ നടനം ചെയ്തതിൻ്റെ ആ ഒരു എന്താ പറയുക ദൈവഭാഗ്യം പോലെ വളരെ മനോഹരമായ വേഷമാവുകയും അതിന് അവാർഡ് കിട്ടുകയും ചെയ്തപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള എൻ്റെ അച്ഛൻ, എനിക്ക് അന്ന് 7-8 വയസ്സുള്ളൂ. ആ 7-8 വയസ്സുള്ള ആ സമയത്ത് അമ്മയും കുടുംബാടും സിനിമയ്ക്ക് കാണാനുള്ള സാമ്പത്തിക അവസ്ഥ നമുക്കില്ല. എങ്കിൽ പോലും അച്ഛൻ 1-2 രൂപ തന്ന് എൻ്റെ അയൽപ്പക്കത്തുള്ള റഷ്യയുമായിട്ട് എന്നെ സിനിമ വിടുമായിരുന്നു. അന്ന് കണ്ട പല സിനിമകളും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടും പിന്നെ കളറിലേക്കുള്ള അതിൻ്റെ മാറ്റം മുന്നോട്ടുള്ള വർഷങ്ങളിൽ അങ്ങനെ നല്ല നല്ല ചിത്രങ്ങൾ, മോഹിനിയാട്ടം, നീതിപ്പടികൾ, കരകലാക്കടൽ, അങ്ങനെ മനോഹരമായ ചിത്രങ്ങൾ കണ്ടാണ് ശരിക്കും സിനിമയിലോട്ട് എനിക്കൊരു അനുഭവം. അത് എന്താ പറയുക, അത് ഡെസ്റ്റിനിയാണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ എന്തായി തീരണം എന്നുള്ളതിൻ്റെ വിത്തുകൾ നമ്മുടെ മനസ്സിലേക്ക് പാവും പോലെയാണ് അച്ഛൻ എന്നെ ഓരോ ചിത്രത്തിൽ കാണാൻ വിട്ടത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഉദയാശൂരിനകത്തുള്ള താമസം എന്നും ആർട്ട് ലൈറ്റുകളുടെയും മിനി ഗ്രൂപ്പ് ലൈറ്റുകളുടെയും പ്രകാശത്തില് ഓരോ വടക്കൻ പാട്ട് സിനിമകൾ അവിടെ നിർമ്മിക്കുമ്പോൾ അതെല്ലാം കണ്ടു നിൽക്കുന്ന എൻ്റെ മനസ്സിലെ സിനിമയിലാണ് വേറെ ചിന്തയാ വരിക. അങ്ങനെ 70കളുടെ നടുക്ക് 70കളുടെ പകുതിയായപ്പോൾ മലയാള സിനിമ അതിന് നമ്മൾ പറഞ്ഞിട്ടുള്ള ഉത്തരം കഴിഞ്ഞ 30 വർഷമായിട്ടും നാദബ്രഹ്മയുടെ എല്ലാ പരിപാടികളും കൃത്യമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അതുപോലെ അറിയപ്പെടുന്ന ഈ നാദബ്രഹ്മ കലാക്ഷേത്രം ആരംഭിക്കുന്ന എനിക്ക് വ്യക്തിയെ വലിയ എല്ലാവരും ഇഷ്ടമിഷ്ട സമയം 30 വർഷങ്ങൾ എല്ലാവരും സമയത്തുള്ള ഒരു പരിപാടിയാണ് സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ NABH പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ISO സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ. മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി 140 ബെഡുകളോടെ 24 മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, CT സ്കാൻ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ലാപ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ, ICU, ലേബർ റൂം, NICU, PICU, ലബോറട്ടറി, മൈക്രോബയോളജി,
ഫിസിയോതെറാപ്പി, ഡയാലിസിസ്, ഡെന്റൽ കെയർ, ബ്ലഡ് സ്റ്റോറേജ്, ഡീലക്സ് റൂംസ്, ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. ഫോൺ 9400 062 912.